നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കൈയകലത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് BJPയുടെ നീക്കങ്ങൾ തന്നെയാണ്. അരയും തലയും മുറുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന് നേരിടാൻ തയ്യാറായിരിക്കുകയാണ് BJP. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ ഒന്ന് UDF-ഉം രണ്ട് BJP മുന്നണിയും അഥവാ NDA മുന്നണി. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഇവരൊക്കെ ചാർജ് ഏറ്റെടുത്തതിന് ശേഷം വളരെ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ BJP മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ പല നേതാക്കന്മാർക്കും പരാതി ഉള്ളതായിട്ട് ഇവിടുത്തെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് കൃത്യമായ രീതിയിൽ പണിയെടുക്കാൻ വേണ്ടി നേതൃത്വം പറയുന്നു, ടാർഗറ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നു, ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു, അതിൽ കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. ഓരോ മേഖലയിലേക്കും ആളുകളെ കൃത്യമായി ചാർജ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജില്ലാ തലങ്ങളിൽ ചാർജ് കൃത്യമായി കൊടുക്കുന്നു. ഇവിടെ സാധാരണഗതിക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ വലിയ രീതിയിൽ വളരുമെന്ന് സാധാരണഗതിക്ക് നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളൊന്നും തന്നെ തുറന്ന് സമ്മതിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് BJP ഈ തെരഞ്ഞെടുപ്പിൽ ക്രമാതീതമായ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ്. കാരണം ഇതുവരെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സോഷ്യൽ മീഡിയ വർക്കുകൾ, അതുപോലെ തന്നെ സൈബർ പ്രചാരണങ്ങൾ, ഒപ്പം നമ്മുടെ ചാനലുകളിൽ BJPയുടെ ചർച്ചയ്ക്ക് വരുന്ന പല ആളുകളുണ്ടായിരുന്നു. അതായത് യുവരാജ് ഗോകുലിനെ പോലത്തെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് പുതിയ ആളുകൾ ചാനൽ ചർച്ചകളിൽ BJPയുടെ ഭാഗമായി നിന്ന് നമ്മൾ കണ്ടതാണ്. അത് പ്രിന്റു മഹാദേവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി BJPക്ക് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പുതിയ ആളുകളൊക്കെ ചാനൽ ചർച്ചയിലേക്ക് ഉയർന്നു വരുന്നു. അങ്ങനെ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം എന്താണെന്നും BJPയുടെ സ്ട്രാറ്റജി എന്താണെന്നും BJP കുറച്ചുകൂടെ വികസനാത്മകമായ ഒരു രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ പറയുന്നത് പോലെ വലിയ വർഗീയ രാഷ്ട്രീയം BJPക്കെതിരെ ആകെ പറയുന്നത് വർഗീയം 24 മണിക്കൂറും വർഗീയത എന്ന് മാത്രമാണ് BJPക്കെതിരെ ഇവർക്ക് പറയാൻ കിട്ടുന്ന ഒരു കാര്യം. വേറെ ഒരു കാര്യവും ഇവർക്ക് പറയാൻ കിട്ടുന്നില്ല. അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ തന്നെ എടുത്തു പരിശോധിച്ചാൽ എല്ലാവരും വർഗീയതയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരാണ് വർഗീയതയ്ക്ക് കൂട്ടുപിടിക്കാത്തത്? ഓരോ തരത്തിലും അവർക്ക് അനുകൂലമാകുന്ന വിധത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ട്രാറ്റജിസ്റ്റുകൾ, ഇപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം തീരുമാനിക്കുന്ന സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ തന്നെ ഏത് വിഭാഗമാണോ തങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം എപ്പോഴും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDFന്റെ ഭാഗത്തു നിന്നുണ്ടായത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം ഏകോപനം മൊത്തമായി ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിന് അനുകൂലമായി വരണം എന്ന നിലയിലുള്ള പ്രവർത്തനമായിരുന്നു. അത് വളരെ കൃത്യമായി ഫലം കണ്ടു. അവർ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് എന്ന് പറയുന്ന പോലെ SDPയും ജമാഅത്തെ ഇസ്ലാമിയും തുടങ്ങി ഈ പറയുന്നത് പോലെ കാന്തപുരം തങ്ങളുടെ വിഭാഗം ഉൾപ്പെടെയുള്ള AP വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ LDFന് പോയി കൂട്ടമായി വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേരെ മറിച്ച് ഈ തവണയിലേക്ക് എത്തുന്ന സമയത്ത് LDFന് കൃത്യമായി മനസ്സിലായി കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ LDFന് കിട്ടില്ല. കാരണം മുസ്ലിം പ്രീണനം നടത്തി തങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ളത് CPMന്റെ നിലപാടിൽ നിന്ന് ആർക്ക് മനസ്സിലായി? കേരളത്തിലെ ഈ പറയുന്ന പോലെ മുസ്ലിം ജനവിഭാഗത്തിന് മനസ്സിലായത് കൊണ്ട് തന്നെ നേരെ കളം മാറ്റി. ഉടനെ തന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശബരിമല അയ്യപ്പന്റെ കാലിലേക്ക് പോയി വീഴുന്നു. അവിടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അയ്യപ്പ സംഗമം നടത്തുന്നു, തെറ്റുകൾ ഏറ്റുപറയുന്നു, ഇതുവരെ ശരണം വിളിക്കാത്തവർ ശരണം വിളിക്കുന്നു. സഖാക്കന്മാരെല്ലാം തന്നെ മാലയിട്ട് മലയ്ക്ക് പോയി ഗുരുസ്വാമിമാരായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത്തരത്തിൽ പുതിയ അത്ഭുതങ്ങൾ. ഒപ്പം SNDP നേതൃത്വത്തിലുള്ള വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് CPM വലിയ ഗെയിം കളിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് CPM ആണ് എന്ന നിലയിൽ പറയിപ്പിക്കുന്നു. അതുപോലെ തന്നെ SNDPയുടെ നേതൃത്വം മാത്രമല്ല, ഈ പറയുന്ന പോലെ NSSന്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകളെ CPM വളരെ കൃത്യമായി ഗണേഷ് കുമാറിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ഇവരെയൊക്കെ ഒരു ഇടത് ഐക്യം എന്നുള്ള നിലയിൽ ഹിന്ദുത്വ വോട്ടിനെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കാണേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ പോലും ഈ രീതിയിലൊക്കെ മാറുന്ന ഒരു കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്തരത്തിൽ വർഗീയതയെ മാത്രം പറഞ്ഞുകൊണ്ട് BJPയോട് മുട്ടി നിൽക്കാൻ കഴിയില്ല എന്നുള്ള സത്യം കേരളത്തിലെ കോൺഗ്രസും അതുപോലെ തന്നെ CPM ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് BJPക്കെതിരെ എവിടെയെങ്കിലും ഒക്കെ കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കണം.
അത് അതിന്റെ ഒരു സൂചന എന്നുള്ള നിലയിലാണ് ഇപ്പോൾ RSSുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതക വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ എങ്കിലുമൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് RSS നേതൃത്വത്തിനെതിരായിക്കൊണ്ട് DYFI ഒക്കെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇപ്പോ എന്തായാലും BJPയുമായി ബന്ധപ്പെട്ട് പുതിയ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം തൃശ്ശൂരിലെ കോർപ്പറേഷൻ, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ, ഈ രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അതുപോലെ കേരളത്തിലെ പഞ്ചായത്തുകൾ, ഇതുവരെ BJPക്ക് ഭരണം കിട്ടാത്ത പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഒപ്പം കോർപ്പറേഷനുകൾ, ഈ പുതിയ സംവിധാനങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരം എല്ലാ മേഖലകളിലും കൃത്യമായ പ്രവർത്തനം ആര് രേഖപ്പെടുത്തുന്നുണ്ട്? BJP രേഖപ്പെടുത്തുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ BJP സംസ്ഥാനത്ത് പുതിയ നേതൃത്വം അധികാരമേറ്റതോടെ വളരെ കണ്ണിങ് ആയി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പ്രൊഫഷണൽ ടച്ചോടുകൂടി പണിയെടുക്കാത്ത ആളുകൾക്ക് BJPയിൽ സ്ഥാനമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പണിയെടുക്കാൻ വേണ്ടി BJP പറഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ആളുകൾക്കെല്ലാം ഒരു പരിഹാസമായിരുന്നു. ഏതോ ഒരു പ്രൊഫഷണൽ ടീം പോലെ വന്ന് പ്രവർത്തിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതിന്റെ നേട്ടം കാണാൻ പോകുന്നത് ഈ തദ്ദേശ ഇലക്ഷനിലാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം വിശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അദ്ദേഹം ചാർജ് ഏറ്റെടുത്തു എന്ന് പറയുന്നതിന്റെ കൃത്യമായ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് വലിയ പ്രശ്നമാണ്. ഒപ്പം അനൂപ് ആന്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം കൃത്യമായി ഇടപെടുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഷോൺ ജോർജ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ മേഖലയുടെ ചാർജ് ഷോൺ ജോർജിനാണ്. ഇവിടെയൊക്കെ എറണാകുളം ജില്ലയിലൊക്കെ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്, യോഗങ്ങൾ ചേരുന്നുണ്ട്. പ്രവർത്തകർക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസിബിൾ ആയ നേതാവായി ഷോൺ ജോർജ് മാറുന്നുണ്ട്. അതുപോലെ തന്നെ അനൂപ് ആന്റണിയും അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ BJPക്ക് കിട്ടാത്ത ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ബൂത്ത് തല പ്രവർത്തനങ്ങളിലേക്ക് BJP വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇറങ്ങിയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് വിജയിക്കും എന്ന് തോന്നുന്ന ബൂത്തുകളിൽ അല്ലെങ്കിൽ അത്തരം മണ്ഡലങ്ങളിൽ മാത്രം പ്രവർത്തനം ചുരുക്കുന്ന ഒരു രീതി BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഒരു പടി മുന്നിൽ നിന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബൂത്ത് കമ്മിറ്റികളൊക്കെ എല്ലായിടത്തും രൂപീകരിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രൂപീകരിച്ചു, തെരഞ്ഞെടുപ്പിൻ്റെതായ ചാർജുകൾ കൈമാറി. എന്തൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളും സഹായങ്ങളുമാണ് ബൂത്ത് കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റികൾക്കും വേണ്ടത് എന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അന്വേഷിച്ച് അതിനൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പുതിയ ജില്ലാ അധ്യക്ഷന്മാർ മാറി വന്നതോടുകൂടി പലയിടത്തും പുതിയ ജില്ലാ കമ്മിറ്റികൾ വിഭജിച്ചിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോട് ജില്ല ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും 3 ജില്ലാ കമ്മിറ്റികൾ വരെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 3 ജില്ലാ കമ്മിറ്റികളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ പ്രവർത്തനം സുതാര്യമാവുകയാണ്. കാരണം ഒരു ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ നടന്നു. അപ്പോൾ അത്തരം എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ ഒരു ജില്ലാ അധ്യക്ഷന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ 3 ജില്ലാ കമ്മിറ്റികൾ വരുന്നതോടുകൂടി അതിന്റെ നേതാക്കൾ, അതിന്റെ ആളുകൾ, അതിലെ പ്രവർത്തിക്കുന്ന ആളുകൾ, മണ്ഡലം കമ്മിറ്റികൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ തുടങ്ങിയ ഇവയുടെ എണ്ണം എല്ലാം തന്നെ, ഇതിലെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും അവർക്കെല്ലാം കൃത്യമായ ചാർജ് കൊടുക്കുകയും ഇനി ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ നേതാവാണ് എന്ന് മാത്രം പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു BJP നേതാവ് നടക്കാൻ ഇത്തവണ കഴിയില്ല. അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ ഇലക്ഷനിൽ കൃത്യമായി സീറ്റ് വേണമെങ്കിൽ അത് തദ്ദേശ ഇലക്ഷനിൽ നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ എല്ലാ നേതാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഏത് നേതാവായാലും ആരായാലും, സീനിയർ നേതാവ് മുതൽ ഈ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്ക് വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവുക എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കന്മാരും കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു, വീടുകൾ കയറാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ BJPയുടെ പരിപാടികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വീടുകളിൽ എത്തി തുടങ്ങിയിരിക്കുന്നു. താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ട് ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കലാപങ്ങളാണ് കോൺഗ്രസിലുള്ളത്. പല യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം നിൽക്കുന്നു. KC വേണുഗോപാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ പോര് നിൽക്കുന്നു. കോൺഗ്രസ് 3ആയി പിളരുമോ എന്നറിയാത്ത അവസ്ഥ. മറുഭാഗത്ത് CPM-മായി ബന്ധപ്പെട്ടാണെങ്കിൽ CPM-ന്റെ തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള, ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വൃത്തികെട്ട ഭരണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ BJP വലിയ വിധത്തിൽ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള എല്ലാ കോർപ്പറേഷനുകളും ഈ പറയുന്ന BJP ടാർഗറ്റ് ചെയ്യപ്പെട്ട കോർപ്പറേഷനുകളിലെല്ലാം തന്നെ കൃത്യമായി പ്രവർത്തനം നടത്തുകയും മറ്റ് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സീറ്റുകൾ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP മുന്നോട്ട് പോവുകയാണ്. ഒരു വലിയ ചരിത്രമായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേരളത്തിൽ BJP സൃഷ്ടിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.